കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളെല്ലാവരും തലകുലിക്ക് സമ്മതിക്കുന്ന നിസ്തുല പണ്ഡിതൻ, എല്ലാ വിഭാഗം സുന്നി പണ്ഡിതന്മാരിൽപ്പെട്ട ഇന്നത്തെ ഏറ്റവും വലിയ നേതാക്കൾ മുഴുക്കെ വന്ദരായ ആ പണ്ഡിതന്റെ മുൻപാകെ സംശയം ചോദിക്കാൻ എത്താതിരുന്നിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ കിതാബും എടുത്തിട്ട് വന്ദരായ ആ മഹാന്റെ മുമ്പിൽ സംശയം തീർക്കാൻ എത്തിയത് കണ്ടവരുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം AP വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവ് ഉള്ളാൽ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ, അതിന് കീഴെയല്ലേ ബാക്കി പണ്ഡിതന്മാരൊക്കെ. അദ്ദേഹം ആ മഹാന്റെ മുമ്പിൽ അതവോടുകൂടെ ചിട്ടോടുകൂടെ ഇരുന്നിട്ട് കിതാബിലുള്ളയും ഫിഖ്ഹിലുള്ളയും സംശയങ്ങൾ തീർക്കാറുണ്ട്. ഇന്നും വേണമെങ്കിൽ സന്ദർഭം കിട്ടിയാൽ തീർക്കും. എന്തിനധികം എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു വലിയ മഹാനാണ് ഈ അടുത്ത് വഫാത്തായ ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ മഹാനവർകൾ. അല്ലാഹു അദ്ദേഹത്തിന് നമുക്കും പാപങ്ങൾ പൊറുത്തു തരികയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ആ മഹാപണ്ഡിതൻ വന്ദരായ ഞങ്ങളുടെ പ്രസിഡന്റ് മഹാനവർകളുടെ കൂടെ അല്പം താമസിച്ചിട്ടുണ്ട് ഓതിപ്പടിച്ച്. പക്ഷേ അദ്ദേഹവും മഹാനരായ ഇന്നത്തെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റിനെ കണ്ടാൽ മസലകൾ ചോദിച്ച് സംശയം തീർത്തിട്ടുണ്ട്. കല്യാണ സ്ഥലങ്ങളിൽ വെച്ചും അടിയന്തര സ്ഥലങ്ങളിൽ വെച്ചും കണ്ടിട്ട് സംശയങ്ങൾ ചോദിച്ചത് കേട്ടവരുണ്ട്, കേൾക്കുന്നവരുണ്ട്, കണ്ടവരുണ്ട്, നാടന്മാരുമുണ്ട്, ജീവിക്കുന്നവർ. ഇവരൊക്കെ സംശയത്തിന് സമീപിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രഗത്ഭൻ മഹാനായ താജുൽ ഉലമ വന്ദരായ ഞങ്ങളുടെയൊക്കെ വന്യ ശൈഖുന അവർകൾ ശംസുൽ ഉലമ എന്ന് കുതുബി അവർകൾക്കിട്ട ആ നാമം, മഹാനർ വഹിച്ചിരുന്ന ആ നാമം, മഹാനരുടെ ആ പടത്തിലിരുന്നിട്ട് ഇന്നും ദർശനം നടത്തുന്ന ആ മഹാനർക്ക് മാത്രമേ അവകാശപ്പെട്ടതുള്ളൂ എന്ന് പറഞ്ഞ് ശംസുൽ ഉലമ എന്ന് തന്റെ പേരിന്റെ മുൻപാകെ വ്യക്തമായി എഴുതാൻ എന്നോട് നിർദ്ദേശിച്ചിട്ട് ഞാൻ ആദ്യമായി ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ എന്നെഴുതിയിട്ടുള്ള ആ മഹാൻ, ഞാൻ അന്ന് എഴുതിയ വാചകം ഉദ്ധരിച്ചുവെന്നേ ഉള്ളൂ. ഞങ്ങളാരും മഹാനുടെ പേര് പറയാറില്ല. ബഹുമാനപ്പെട്ട ഓറ് എന്നാണ് നാദാപുരം ഭാഗത്തൊക്കെ പറയുക. അതാണ് ഞങ്ങളും മഹാനുടെ കുറിച്ച് പറയാറ്.